ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഒരു മിക്സഡ് വെജിറ്റബിൾ തീയലായിരുന്നു. ഒത്തിരി പേർക്ക് അത് ഇഷ്ടമായി, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോൺ വെജിറ്റേറിയൻസിന് ഒരു സന്തോഷമുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അതിതാണ് ചില്ലി ബീഫും ചില്ലി ചിക്കനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി ടൈപ്പ് അല്ല, കുറച്ച് ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിൽ വളരെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം. എന്നെങ്കിലുള്ളൂ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തു വരാൻ പറ്റുള്ളൂ. ഇനി അതിന് വേണ്ട മസാലകൾ, അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി അതിനകത്തേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ 65 മസാല. അത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇനി അതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് ചിക്കൻ 65 മസാലയ്ക്ക് അല്പം ഉപ്പുണ്ടാവും. അപ്പോൾ വേണ്ടുന്ന ഉപ്പ്, അതായത് ഇപ്പം ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 30 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് വറക്കാനായിട്ട്. നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 hour കഴിഞ്ഞു. നമുക്കിനി അത് നല്ലതുപോലെ വറുത്ത് വരാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാണ്. ഇപ്പം നമ്മൾ ചട്ടി ചൂടായി. വറുത്ത് വരാൻ ആവശ്യമായ എണ്ണ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ അതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് വറുത്ത് കോരണം. ഇത് വറുത്ത് കോരി ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇടാൻ പോവാണ്. അത് ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇടുന്നത്. ഒരുമിച്ചിടാൻ പാടില്ല. കാര്യം ഒന്നൊന്ന് തൊടാതെ നമുക്ക് വറുത്ത് കോരണമെങ്കിൽ സ്പൂൺ കൊണ്ട് മെല്ലെ ഓരോന്നായിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കളർ ആകുമ്പോഴാണ് നമുക്കത് കോരേണ്ടത്. ഈ ഒരു ടെക്സ്ചറിലാകുമ്പോഴാണ് കോരേണ്ടത്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഫ്രണ്ട്സ്, കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ അടിപൊളി ചില്ലി ചിക്കൻ. ഇനി അടുത്തത് നമ്മൾ ബീഫ് ചില്ലിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം തന്നെ ഒരു കുക്കറിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു 50% എങ്കിലും നമ്മൾ വേവിക്കണം. അതിന് ശേഷം ബീഫ് ചില്ലിക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കാൻ പോവാണ്. ബീഫ് സ്റ്റേക്ക് ആയിട്ട് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ആ ബീഫ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വറക്കാൻ വേണ്ടി മസാല നമ്മൾ ചേർക്കാൻ പോവാണ്. ആദ്യം തന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് 1 ടീസ്പൂൺ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ പെരുംജീരകം ഇടുന്നുണ്ട്. വീണ്ടും അതിനകത്തേക്ക് ചതച്ച മുളക്, ക്രഷ്ഡ് ചില്ലി 2 ടീസ്പൂൺ. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇടുന്നുണ്ട്. വീണ്ടും പിന്നെ നമ്മൾ
ഇച്ചിരി സോയാ സോസ് ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അത് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യമാണ്. അതിന് പകരം ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ചിലർ യൂസ് ചെയ്യും. ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ബീഫ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. എന്നിരുന്നാലും ഇത്രയും മസാലയ്ക്ക് വേണ്ടുന്നതായ ഇച്ചിരി ഉപ്പും കൂടി ഇടണം. അപ്പോൾ അതിന് ഏകദേശം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഞാൻ അവസാനമായിട്ട് ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ്. ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഉടഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കാര്യം നമ്മൾ ഒന്നാമത് വേവിച്ച ബീഫാണ്. ഉടഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ടെക്സ്ചർ മാറും. നമുക്ക് ആ ഒരു സൈസിൽ തന്നെ വറുത്ത് വരാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നിങ്ങളത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ബീഫ് വറുത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് തന്നെ വേണം ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കോരാനായിട്ട്. എന്നെങ്കിലേ ഉള്ളൂ ഒന്നൊന്ന് തൊടാതെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ചില്ലി ബീഫ് വറുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ബീഫ് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഒത്തിരി നേരം വറുക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ നമ്മൾ വേവിച്ച ബീഫാണ് നമ്മൾ മസാലയായിട്ട് മിക്സ് ചെയ്ത് ഈ എണ്ണയിലിട്ടത്. അപ്പോൾ ആ ഒരു മസാല വഴറ്റുന്ന അത്രയും നേരം മാത്രം വറുത്ത് പോയാൽ മതി. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ഉള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യാം, ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ഞാനിത് വറുത്ത് പോരുവാണേ. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് കോരി നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് ഇടാൻ പോവുകയാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്ത നല്ല ചില്ലി ബീഫ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൻ്റെ കൂടെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നെങ്കിലേ ഉള്ളൂ ഇനി മുതൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അന്നേരം കിട്ടുകയുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.